ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയെ പറ്റി ആലോചിച്ച് വിഷമിച്ച് അവിടെ അങ്ങനെ ഇരിക്കുക. പിന്നെ ദേവു അരുണിൻ്റെ വീട്ടിൽ ചെല്ലും. അവിടെ ചെന്ന് അമ്മയെ കണ്ടപ്പോഴത്തേക്ക് അമ്മ ഓടി ചെന്ന് മോളെ, എൻ്റെ മോളെ കണ്ടിട്ട് എത്ര നാളായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കലും സ്നേഹപ്രകടനവും ഒക്കെ. അമ്മ അപ്പടി അങ്ങ് ക്ഷീണിച്ച് പോയല്ലോ, മെഡിസിനും ഭക്ഷണമൊന്നും നേരത്തെ കഴിക്കുന്നില്ലേ, സമയത്ത് കഴിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് അരുൺ വന്നു. കഴിക്കുന്നുണ്ട് മോളെ എന്ന് അമ്മ. ആ പറഞ്ഞത് കള്ളമാണെന്ന് നമ്മുടെ അരുൺ അന്നേരം അവിടെ വെച്ച് അങ്ങനെ അങ്ങ് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അരുൺ അങ്ങോട്ടേക്ക് കയറി ചെന്നിട്ട്, എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല എൻ്റെ ദേവു, ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലേ കഴിക്കൂ, പിന്നെ ഞാൻ പാതിരാത്രിയാണ് വരുന്നതെങ്കിൽ അതുവരെ കാത്തിരിക്കുമെന്ന് അരുൺ പറയുക. അത് കേട്ടപ്പോൾ നേരാണോ അമ്മ ഈ പറയുന്നതെന്ന് ചോദിച്ചു ദേവു. അമ്മേ നോക്ക്, ഭക്ഷണവും മെഡിസിനും കൃത്യസമയത്ത് തന്നെ കഴിക്കണം കേട്ടോ, ആരോഗ്യം ശ്രദ്ധിക്കണം കേട്ടോ എന്നും പറഞ്ഞു. അപ്പോൾ ആരോഗ്യം ശ്രദ്ധിക്കാഞ്ഞിട്ടൊന്നും അല്ല മോളെ, പിന്നെ എനിക്കാണെങ്കിൽ തീരെ വയ്യ, വീട്ടുജോലിയൊന്നും പഴയതുപോലെ അങ്ങ് ചെയ്യാനും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ഇവ സഹായിക്കുമെന്നും പറഞ്ഞു. ചെറുതായിട്ട് എന്നും പറഞ്ഞ് ആരും നിൽക്കാം, ഇവനൊന്ന് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എനിക്കൊന്ന് നടുനിവർത്തി വിശ്രമിക്കായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവു ഇങ്ങനെ നോക്കുവാണ് അരുണിനെ. അപ്പോൾ അതെങ്ങനെയാ പറഞ്ഞാൽ ഇവൻ എന്തെങ്കിലും ഒന്ന് കേൾക്കണ്ടേ, അതുതന്നെ ഞാൻ മാത്രം കേട്ടാൽ പോരല്ലോ അമ്മേ, ഞാൻ കെട്ടാൻ പോകുന്ന ആളുകൂടി അത് കേൾക്കണമല്ലോ, കുറച്ചുകൂടി ടൈം വേണമെന്നൊക്കെയാണ് പറയുന്നതെന്ന് പറഞ്ഞപ്പം അതെന്തിനാ മോളെ വെറുതെ ലേറ്റ് ആക്കുന്നേ, പെട്ടെന്ന് തന്നെ നമുക്കതങ്ങ് നടത്താമെന്നൊക്കെ അമ്മ പറയാം. പെണ്ണ് ചോദിക്കാൻ വേണ്ടി ഞാനും ഇവനും മോളുടെ വീട്ടിലേക്ക് വന്നോട്ടെ എന്ന് ചോദിക്കുമ്പം ഇപ്പം വേണ്ടമ്മേ, ടൈം ആകുമ്പോൾ ഞാൻ പറയാമെന്ന് നമ്മുടെ ദേവു. അപ്പോൾ കണ്ടോ അമ്മേ, ഇവളാണ് ഉഴപ്പി കളിക്കുന്നത്, ഞാനല്ല, നമുക്ക് ഇപ്പം മനസ്സിലായോ എന്ന് അരുൺ ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞ് അമ്മ ഇങ്ങനെ നിൽക്കുക. മോളെ നോക്ക്, അമ്മ അസുഖമൊക്കെ ഉള്ള ആളല്ലേ, എനിക്ക് നിങ്ങളുടെ കല്യാണം ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അന്നേരം അമ്മ അങ്ങനെയൊന്നും പറയല്ലേ അമ്മയെന്ന് ദേവു. നമുക്ക് വേഗം തന്നെ നോക്കാന്നേ, പിന്നെ കുറച്ച് നാൾ കൂടി അമ്മയൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ശരി എന്നാ അമ്മ, പിന്നെ വെയിറ്റ് ചെയ്യാം, അല്ലാതെ ഇപ്പോൾ വേറെ എന്ത് ചെയ്യാനാ. അപ്പോൾ മോൾക്ക് കുടിക്കാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഒന്നും വേണ്ടമ്മ, ഞാൻ ഇറങ്ങാമെന്ന് പറഞ്ഞപ്പോൾ പോവാനോ, ഇപ്പം ഇങ്ങ് വന്നല്ലേ ഉള്ളൂ, അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ ചായ ഇടാമെന്ന് പറഞ്ഞു. ഒന്നും വേണ്ട മോൾ ഇവിടെ ഇരിക്കാൻ, ഞാൻ ഇട്ടോളാമെന്നും പറഞ്ഞ് അമ്മ അടുക്കളയിലേക്ക് പോയി. അപ്പോൾ അമ്മ ഇങ്ങനെ അടുക്കളയിലേക്ക് പോയി കഴിഞ്ഞപ്പം അമ്മ പറഞ്ഞത് കേട്ടല്ലോ എന്ന് അരുൺ ഇങ്ങനെ ദേവുനോട്. അതിന് ഞാനും മറുപടി പറഞ്ഞല്ലോ, നിൻ്റെ മറുപടി അത്ര തൃപ്തികരമൊന്നുമല്ല, അമ്മ എന്നെ കാണണമെന്ന് പറഞ്ഞതേ ഇത് പറയാനാണെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് ദേവു അന്നേരം അരുണിനോട് പറയാം. ഞാൻ മുമ്പ് താമസിച്ചിരുന്ന വീട്ടിൽ നീ വന്നിരുന്നു, ഇപ്പോൾ ഇവിടെയും വന്നു, എന്നാൽ പിന്നെ ഞാനോ ഇതുവരെ നിൻ്റെ വീട്ടിൽ വന്നിട്ടേ ഇല്ലല്ലോ, എപ്പോഴാ വരണ്ടേ അത് പറയാനായിട്ട് അരുൺ. എന്താ എന്നെ കൊലയ്ക്ക് കൊടുക്കാനാണോ ഉദ്ദേശമെന്ന് ദേവു ചോദിക്കുമ്പം വരേണ്ട സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞോളാം, അപ്പോൾ വന്നാൽ മതിയെന്നും ദേവു പറയുകയും ചെയ്തു. ഇതിപ്പോൾ എനിക്ക് ക്ഷമ കെട്ട് തുടങ്ങി കേട്ടോ, നിന്നെ അല്ലാതെ വേറൊരു പെണ്ണിനെ കെട്ടാൻ അമ്മയായിട്ട് സമ്മതിക്കത്തുമില്ല എന്ന് പറഞ്ഞപ്പം വേറെ പെണ്ണിനെങ്ങാനും കെട്ടിയാലേ കൊന്നു കളയും ഞാനെന്ന് നമ്മുടെ ദേവു പറയാം. ആ സമയത്ത് വേറെ പെണ്ണിനെയോ, നല്ല കാര്യമായി, ഈ ജന്മം ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ ആയിരിക്കും നമ്മുടെ അരുൺ അന്നേരം പറയുകയും ചെയ്തു. അല്ലെങ്കിൽ വിവാഹമേ എനിക്ക് വേണ്ട, അപ്പോൾ എനിക്കത് അങ്ങനെ തന്നെയാണെന്ന് നമ്മുടെ ദേവു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ചായയും കൊണ്ട് അമ്മ വരുന്നത്. ചായയൊക്കെ കൊടുത്തു, അപ്പോൾ പലഹാരമൊക്കെ കൊടുത്തു. അമ്മ ഇവള് പറഞ്ഞത് കേട്ടോ, അമ്മയുടെ മോളായിട്ട് വരാനേ ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. അമ്മയും ഇവള് തന്നെയാണ് അമ്മയുടെ മരുമോളെന്ന് തീരുമാനിച്ച് വെച്ചിരിക്കുകയല്ലേ, അവളെ മരുമോളായി കിട്ടുന്നത് എൻ്റെ ഭാഗ്യമാണ്, ദൈവം തന്ന ഗിഫ്റ്റാണ് എന്നൊക്കെ അമ്മ പറയുന്നത് ദേവു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ദേവു ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ചിരിക്കുന്നു. ദേവു ഈ ഗിഫ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടെന്നല്ലാതെ അമ്മയ്ക്ക് കൊടുത്തിട്ടില്ല എന്ന് അരുൺ. അമ്മ അതിന് വേണ്ടിയിട്ടേ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം, പെട്ടെന്ന് തരാനേ ദൈവത്തോട് പറ. അപ്പോൾ ഇവൻ എന്തൊക്കെയായി പറയുന്നത് എൻ്റെ മോളെ എന്നും പറഞ്ഞ അമ്മ. അപ്പോൾ പെട്ടെന്ന് കല്യാണം നടക്കാനേ ദൈവത്തോട് പ്രാർത്ഥിക്കുക, വേറെ വഴിയൊന്നും ഇല്ല എന്നാ പറഞ്ഞതെന്ന് അരുൺ. പെട്ടെന്ന് നടക്കും അമ്മ, വിഷമിക്കാതിരിക്കാൻ പറഞ്ഞ ദേവു. അങ്ങനെ ചായയൊക്കെ കുടിച്ചു നമ്മുടെ ദേവു പോകാനായിട്ട് ഇറങ്ങും. അപ്പോൾ മോളെങ്ങനെ പോണേന്ന് ചോദിച്ചു. ഞാനൊരു ഓട്ടോ പിടിച്ച് പൊക്കോളാം. അപ്പോൾ ഞാൻ കൊണ്ടുവിടാൻ നിന്നെയെന്ന് അരുൺ പറഞ്ഞപ്പം അയ്യോ വേണ്ട 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 വേണ്ട, ഞാനൊരു ഓട്ടോ പിടിച്ച് തന്നെ പൊയ്ക്കോളാമെന്ന് പറഞ്ഞു. ഞാൻ കൊണ്ടുവിടാമെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ അതെ എന്തിനാ ഓട്ടോയൊക്കെ പിടിക്കുന്നത്, അവൻ കൊണ്ട് വിടുന്നേ, നീ ചെന്ന് റെഡി ആയിട്ട് വാഴാമെന്ന് പറയാം. അങ്ങനെ കൊണ്ടുവച്ചിരിക്കുന്ന പലഹാരമൊക്കെ മുഴുവനും കഴിപ്പിക്കുവാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്ന നമ്മുടെ രേവതി ആട്ടോ. രേവതി ഇങ്ങനെ എവിടെയോ പോയിട്ട് വന്ന് നിൽക്കുമ്പോഴത്തേക്കും ബൈക്കിന് ദേവുവും അരുണും കൂടെ പോണു. ഇത് നമ്മുടെ രേവതി കണ്ടു രേവതി അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുക. ഈ സമയത്ത് സച്ചിയും ഓട്ടം പോകും. അപ്പോൾ സച്ചിയുടെ വണ്ടിയുടെ തൊട്ട് പിറകെ അവരുണ്ട്. ഈ വണ്ടിയിൽ പോണ ആൾ സച്ചിയോട് വർത്തമാനമൊക്കെ പറഞ്ഞാൽ പോണേ. ആ സമയത്ത് ഇവരുടെ ഒപ്പം വരുന്ന നമ്മുടെ അരുണും ദേവും കൂടി ഇങ്ങനെ സംസാരിച്ചു വരും. അപ്പോൾ ദേവു ഞാനൊരു കാര്യം പറയട്ടെ എന്ന് ചോദിച്ചു. ഞാനേ ഹെൽമെറ്റ് ഇട്ടിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞപ്പം അയ്യോ എൻ്റെ ദൈവമേ പ്രശ്നമായോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അരുൺ. ആ സമയം ചേട്ടാ അവിടെ നിർത്തിയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ആ വണ്ടി അവിടെ കൊണ്ടുവന്ന് നിർത്തി. നമ്മുടെ ദേവു തൊട്ടരികിൽ സച്ചിയുടെ വണ്ടിയുടെ തൊട്ട്
അടുത്തായി കൊണ്ടുപോയി നിർത്തി. ആ സമയത്ത് ഇവർ വണ്ടി നിർത്തി സംസാരിക്കുക. നീ എന്താ അത് മിണ്ടാണ്ടിരുന്നത്? അയ്യോ ഞാൻ ഇപ്പോഴാണ് ഓർത്തതെന്നൊക്കെ ദേവു ഇങ്ങനെ അരുണിനോട് പറയാം. ആ സമയം തൊട്ടപ്പുറം നമ്മുടെ സച്ചിയുടെ വണ്ടിയും സച്ചിയും ഉണ്ട്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. സച്ചി അന്നേരത്തേനും വന്ന ഓട്ടത്തിന് പൈസയൊക്കെ മേടിച്ചിട്ട് വണ്ടി തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. ആ സമയത്ത് ദേവു എന്ന് പറഞ്ഞ് സച്ചി വിളിക്കുക. അരുണുമായിട്ട് സംസാരിച്ചിട്ട് ദേവു ഇങ്ങനെ നടന്നു പോയി. അരുൺ തിരിച്ചും പോയി. അപ്പോൾ ദേവു എന്നുള്ള വിളി കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ദേവു ഞാനാ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ കൈപ്പൊക്കി കാണിക്കുക. ദേവു ഒന്നും ഞെട്ടി. ആ സമയത്ത് നമ്മുടെ ദേവു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് നേരെ സച്ചിയുടെ അടുത്തേക്ക് വന്നു. നീ എന്നെ കണ്ടില്ലായിരുന്നു എന്ന് ചോദിച്ചു. ആ കണ്ടു, ഞാൻ വീട്ടിലേക്ക് പോവുമായിരുന്നു എന്ന് പറയുമ്പം എന്നാൽ പിന്നെ ഞാൻ കൊണ്ടുവിടാം, നീ കയറുക എന്ന് പറഞ്ഞു. അന്നേരം വേണ്ട സച്ചേട്ടാ, ഞാനൊരു ഓട്ടോ പിടിച്ച് പൊക്കോളാമെന്ന് ദേവു പറയുമ്പോൾ എന്തിനാ വെറുതെ ഓട്ടോയ്ക്ക് കാശ് കളയുന്നത്, ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞില്ലേ, വാ കയറാൻ പറഞ്ഞു. അല്ല ഓട്ടോ കാശ് ഹോസ്പിറ്റലിൽ നിന്ന് തരും, അവരുടെ ആവശ്യത്തിന് വന്നതല്ലേ, സച്ചേട്ടൻ പോയിക്കോ എന്ന് ദേവ് പറഞ്ഞപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി. ദേവ് അവിടുന്ന് നടന്നും പോണു. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഭാമയാട്ടോ. ഭാമ ആ പെണ്ണ് പറഞ്ഞത് മനസ്സിൽ നിന്ന് അങ്ങ് പോണില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കാം വീട്ടിൽ. അപ്പോഴത്തേക്ക് എന്തേ കാടിളക്കിയതുപോലെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു. ഭാമയ്ക്കാണ് ടെൻഷൻ. ചന്ദ്രമതി കൊണ്ട് ബാഗൊക്കെ വലിച്ചെറിഞ്ഞിട്ട് നിനക്കെന്നാ പറ്റിയത്, ശ്രുതി ഇവിടെ എങ്ങാനും വന്നോ എന്ന് ചോദിച്ചു. ശ്രുതിയോ? അപ്പോൾ അവളിവിടെ ഒന്നും വന്നിട്ടില്ല, ആ കള്ളി വന്നാൽ ഞാൻ ഈ വീട്ടിൽ കയറ്റുമോ ചന്ദ്രയെന്ന് ഭാമ ചോദിച്ചപ്പോൾ കയറ്റാതിരുന്നാൽ നിനക്ക് കൊള്ളാമെന്ന് ചന്ദ്രമതി. കള്ളക്കണ്ണീരുമായിട്ട് അവൾ വരും, അപ്പം തന്നെ വാതിലങ്ങ് അടച്ചേക്കണമെന്ന് പറഞ്ഞു. അത് പിന്നെ നീ എന്നോട് പ്രത്യേകിച്ച് പറയണം, എൻ്റെ ഫ്രണ്ടിനെയും കുടുംബത്തെയും ചതിച്ചവളെ എൻ്റെയും ശത്രു അല്ലേ. മനസ്സിന് ഒരു സുഖവും ഇല്ല എൻ്റെ ഭാമേ. സുധിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാലേ എനിക്കിനി മനസ്സമാധാനം ഉണ്ടാവത്തുള്ളൂ എന്ന് പറഞ്ഞു. അല്ല അതിന് നിൻ്റെ മോൻ കല്യാണം കഴിച്ചതല്ലേ, ആ കള്ളി ഇനി എൻ്റെ മോൻ്റെ കൂടെ ജീവിക്കത്തില്ല, അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാണെന്നും പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ പറയാട്ടോ. സുധിക്ക് നല്ല വിഷമമുണ്ട്. പിന്നെ അവൻ പുതിയ ദുർശീലങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിരിക്കാം. ബാറിൽ പോയി കുടിച്ച് പോലീസുകാരുമായിട്ട് പ്രശ്നമൊക്കെ ഉണ്ടാക്കി അവനെ അവർ പിടിച്ചുകൊണ്ട് പോയി. രവിയേട്ടനും സച്ചേട്ടനും പോയിട്ട് ഇറക്കിക്കൊണ്ട് വന്നതെന്ന കാര്യമൊക്കെ പറയാം. ആകെ നാണക്കേടായി എൻ്റെ ഭാമേ. നല്ല സുന്ദരിയായ ഒരു കോടീശ്വരിയെ കണ്ടുപിടിക്കണം, എന്നിട്ട് അവനെ കൊണ്ട് കെട്ടിക്കണം, അപ്പോൾ അവൻ്റെ വിഷമമൊക്കെ മാറും എന്നൊക്കെ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ നിൻ്റെ മോനെക്കുറിച്ച് അറിഞ്ഞാൽ അവൻ അതിന് പെണ്ണ് പോലും കൊടുക്കില്ല എന്ന് ഭാമ മനസ്സിലന്നേരം പറയാം കേട്ടോ. ഭാമ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം നീ എന്നത് ഈ ആലോചിച്ച് കൂട്ടണേന്ന് ചോദിച്ചു ചന്ദ്ര. ഒന്നുമില്ല, പെണ്ണിനെക്കുറിച്ചാണ് ആലോചിക്കുന്നതെങ്കിൽ അത് വേണ്ട, നിന്റെ സേവനം ഇനി എനിക്ക് ആവശ്യമില്ല എന്നും ഒരുത്തിയെ കൊണ്ട് തന്നതോടെ മതിയായി എന്നും ചന്ദ്ര പറയാം. എൻ്റെ മോന് വേണ്ടുന്ന പെണ്ണിനെ ഞാൻ കണ്ടെത്തിക്കോളാമെന്നൊക്കെ പറഞ്ഞു ചന്ദ്ര ഇങ്ങനെ നിൽക്കുന്നു. അവൻ്റെ പുറകെ നടന്ന് എങ്ങനെയെങ്കിലും മനസ്സ് മാറ്റാൻ ആ കള്ളി ശ്രമിക്കും, ഉറപ്പാണ്. അതിനുള്ള സമയമൊന്നും കൊടുക്കരുത്, പെട്ടെന്ന് തന്നെ അവർ കല്യാണം നടത്തിയെടുക്കണമെന്ന് പറഞ്ഞപ്പം നിനക്ക് ഇത്രയ്ക്ക് വിവരമില്ലാണ്ടായിപ്പോയല്ലോ. ശ്രുതിയും ഇപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരാ. അവനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിച്ച ശ്രുതി പ്രശ്നം ഉണ്ടാക്കില്ലേ, അവൾ കോടതിയെ സമീപിച്ച അമ്മയും മോനും അകത്ത് കിടക്കില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ അറിയാതെ കെട്ടിച്ചാൽ പോരെ, എന്തായാലും അവൾ അറിയും. ഡിവോഴ്സ് ചെയ്യാതെ കല്യാണം കഴിപ്പിച്ചാൽ അത് പ്രശ്നമാണെന്ന കാര്യമൊക്കെ പറയുന്നു. എങ്കിലും അവൾ ഡിവോഴ്സ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് കല്യാണം നടത്താം. അതെ, നീ അല്ല ഡിവോഴ്സ് ചെയ്യേണ്ടത്, നിന്റെ മകനാ ഡിവോഴ്സ് ചെയ്യേണ്ടത്. അവൻ ഇതിന് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നണുണ്ടോ എന്ന് ചോദിച്ചപ്പം സമ്മതിക്കും. ശ്രുതി അല്ല അവന് വലുത്, ഞാനാ അവന് വലുത്. ഞാൻ പറഞ്ഞാലേ അവൻ സമ്മതിച്ചിരിക്കും, ഉറപ്പാ. ഇപ്പോൾ അവന് ശ്രുതിയോട് വെറുപ്പാ. അവളെ ചതിച്ചതിൻ്റെ ആ ഒരു വിഷമത്തിലാണ് അവൻ. അതറിയാവോ, അവനും അവളെ ഒഴിവാക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണെന്ന് ആര്യമൊക്കെ പറഞ്ഞു. പിന്നെ അവൻ സമ്മതിക്കും ഭാമേ, അതിലൊരു മാറ്റവും വേണ്ടാന്നും ചന്ദ്ര പറയാട്ടോ. വൈകുന്നില്ല, ഇന്ന് തന്നെ ഒരു അഡ്വക്കേറ്റിനെ കണ്ട് അവൾക്ക് നോട്ടീസ് അയക്കാൻ പറയണമെന്ന് പറഞ്ഞപ്പോൾ അത് വേണോ ചന്ദ്രേ? വേണം, അത് വേണം. നീ ചുമ്മാ അവൾക്ക് വേണ്ടി സംസാരിക്കാൻ നിൽക്കരുത് കേട്ടോ. എന്നെ വെറുതെ ദേഷ്യം പഠിപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഭാമയോട് ചൂടാവുക. എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഇറങ്ങിപ്പോയി. അതിനുശേഷം ഭാമ ഇങ്ങനെ അവിടെ ചന്ദ്ര വക്കീലിനെ കാണാൻ പോവുകയാണല്ലോ. അത് അവളോട് പറഞ്ഞാൽ ചന്ദ്ര അറിഞ്ഞാലും പ്രശ്നം, അവളോട് പറയാതിരുന്നാലും പ്രശ്നമോ. ഞാനിപ്പോൾ എന്നാ ചെയ്യും എൻ്റെ ദൈവമേ, അവളെ ചതിക്കാൻ എനിക്ക് മനസ്സും വരുന്നില്ലല്ലോ ഭഗവാനെ, ഞാൻ ആകെ പെട്ടുപോയല്ലോ എന്നൊക്കെ പറഞ്ഞ ഭാമ നിൽക്കുക. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എനിക്കറിയില്ല എന്നും പറഞ്ഞിങ്ങനെ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ശരത്തിനെ കേട്ടോ. ശരത്ത് ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോഴേക്കും അമ്മ എടാ ഞാൻ ഇറങ്ങാട്ടോ എന്നും പറഞ്ഞ് അങ്ങ് വന്നു. അമ്മ ഞാൻ കൊണ്ടുവിടാം, അമ്മ ഇന്ന് വെയിറ്റ് ചെയ്യാം, ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകണു മോൻ. അപ്പോഴത്തേക്ക് അമ്മേ എന്നും പറഞ്ഞ് വിളിച്ച് നമ്മുടെ ദേവു അങ്ങോട്ടേക്ക് വന്നു. ദേവു അങ്ങോട്ട് വന്നപ്പം അമ്മ കടയിലേക്ക് പോകണോ എന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. എന്നാൽ ഞാനും വരാം അമ്മേ. വേണ്ട, നീ വന്ന് കയറിയതല്ലേ ഉള്ളൂ, ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിക്കാൻ പറഞ്ഞു. അമ്മ കഴിച്ചോന്ന് ചോദിച്ചപ്പം അത് ഞാൻ കഴിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ കള്ളം പറയുന്നതാ, അമ്മയൊന്നും കഴിച്ചിട്ടില്ല ചേച്ചിയെന്ന് ശരത്ത് പറഞ്ഞു. തിരക്കുള്ള ഭക്ഷണം
തിരക്കുള്ള ദിവസം ഭക്ഷണം കഴിക്കില്ല അല്ലേ, എത്ര പറഞ്ഞാലും കേൾക്കില്ല. ഞാൻ ഭക്ഷണം എടുത്ത് തരാമെന്ന് പറഞ്ഞപ്പം അതൊന്നും വേണ്ട, ഞാൻ വന്നിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും പറ്റില്ല, നീ വാടാ അമ്മ ഇങ്ങ് വന്നേന്ന് പറഞ്ഞുകൊണ്ട് ദേവ് നിർബന്ധിച്ച് കൊണ്ടുപോകും അമ്മയെ ഭക്ഷണം കഴിക്കാൻ. എന്നിട്ട് പിന്നെ അമ്മയ്ക്ക് മോള് ഭക്ഷണമൊക്കെ വാരി കൊടുക്കുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി അതുവഴി വന്നു. രേവതി വന്നപ്പം ദേവു അവിടെ ഇരുന്ന് ഭക്ഷണം വാരി കൊടുക്കുന്നു. ദേവു അമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. അയ്യോ അമ്മയുടെ കൈക്ക് എന്താ പറ്റിയെന്ന് രേവതി ചോദിച്ചു. അമ്മയുടെ കൈക്ക് ഒരു കുഴപ്പമില്ല ചേച്ചി, തിരക്കുള്ള ദിവസം ഭക്ഷണമൊന്നും കഴിക്കത്തില്ലല്ലോ, ഇന്നും കഴിക്കാതെ പോകാനുള്ള പ്ലാനായിരുന്നു. പിന്നെ ചേച്ചി പിടിച്ചിരുത്തി അമ്മയെ കഴിപ്പിക്കുന്നതാ മുമ്പ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോൾ ദേവു ചെയ്യുന്നു അല്ലേ എന്ന് രേവതി. ദേവുവിൻ്റെ കല്യാണം കഴിച്ചുകൊണ്ട് പോയാൽ പിന്നെ ആരാ അമ്മയ്ക്ക് ഇങ്ങനെ ഭക്ഷണമൊക്കെ തരിക എന്ന് രേവതി ചോദിച്ചപ്പം അത് ഞാൻ കെട്ടിക്കൊണ്ട് വരുന്ന പെണ്ണ് കൊടുത്തോളൂ എന്ന് നമ്മുടെ ശരത്ത്. ആഹാ, നിന്റെ ആഗ്രഹമൊക്കെ കൊള്ളാം, അതിനിയും സമയമുണ്ടെന്ന് നമ്മുടെ ദേവു അന്നേരം പറയാം. അമ്മ കുറച്ചുകൂടി കഴിക്കുമെന്ന് പറഞ്ഞ് ദേവു ഇങ്ങനെ വാരി കൊടുക്കുന്നു അമ്മയ്ക്ക്. അപ്പം വേണ്ട എനിക്ക് നിറഞ്ഞു വന്ന അമ്മ, കുറച്ചുകൂടി കഴിക്കമ്മേ, മതി ഞാൻ എഴുന്നേൽക്കുകയാണെന്ന് പറഞ്ഞ് അമ്മ എഴുന്നേറ്റു. ആ സമയത്ത് എട നീ അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു ഡയലോഗ് അടിച്ചായിരുന്നല്ലോ, ആദ്യം നീ പഠിച്ച് മാർക്ക് മേടിക്കുക കേട്ടോ, ജോലിയൊക്കെ കിട്ടിയിട്ട് മതി പെണ്ണ് കിട്ടുന്നത്, അവന് കല്യാണം കഴിക്കാത്തതിൻ്റെ കുറവും കൂടി ഉള്ളൂ എന്ന് രേവതി. അമ്മ ഇറങ്ങാട്ടോ മോളെ, ഇപ്പം തന്നെ ലേറ്റായി, കുറച്ച് ഓർഡർ കൊടുക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നീ കഴിച്ചിട്ട് പോകണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി അമ്മയെന്ന് പറഞ്ഞിട്ട് അമ്മ പോവാം, അമ്മ ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞുകൊണ്ട് ശരത്തും അവിടെ നിന്ന് പോവുക. ഈ സമയത്ത് ചേച്ചിക്ക് ഞാൻ ഭക്ഷണം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ദേവു അങ്ങ് പോകുമ്പോൾ ദേവു നീ അവിടെ നിന്ന് നിന്നേ, ഇവിടെ ഇങ്ങോട്ട് വന്നേ, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട, നീ ഇങ്ങ് വന്നേ നടക്ക് എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ദേവുവിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുക. അപ്പം എന്താ ചേച്ചി കാര്യം ചോദിച്ചിട്ട് ദേവു ആ സമയത്ത് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം നോക്ക്, വളച്ചു കെട്ടില്ലാതെ ഉള്ള കാര്യം ഞാൻ നിന്നോട് പറയാം. നീ ഒരാളുടെ ബൈക്കിന് പുറകിലിരുന്ന് പോരുന്നത് ഞാൻ കണ്ടല്ലോ എന്ന് രേവതി പറയുമ്പോൾ ദേവു ഇങ്ങനെ നോക്കുക കേട്ടോ. ആരാടിയത്? അയാളുടെ മുഖം ഞാൻ കണ്ടില്ല, ആദ്യമായിട്ടാണ് നിന്നെ ഞാൻ ഇങ്ങനെ കാണുന്നത്. ആരാ അതെന്ന് അന്നേരം ചേച്ചി അത് എൻ്റെ ഒരു ഫ്രണ്ടാണെന്ന് ദേവു പറഞ്ഞു. നിൻ്റെ ഫ്രണ്ട് മാത്രമല്ലെന്ന് നിൻ്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പം ചേച്ചി അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമാണെന്ന് ദേവു ഇങ്ങനെ പറഞ്ഞു. അപ്പം നിനക്കോ? എനിക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലെ ചേച്ചി എന്ന് പറയുമ്പോൾ രേവതി ഇങ്ങനെ നോക്കുവാട്ടോ ദേവുവിന് അടിമുടി. പിന്നെ ചേച്ചിയോട് എനിക്കത് പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പേടിച്ചിട്ടാണ് പറയാത്തതെന്ന് പറഞ്ഞപ്പം അപ്പം എന്താ ഇപ്പം പേടിയില്ലേന്ന് രേവതി. പേടിയൊക്കെ മാറിയോ? അത് പിന്നെ ചേച്ചി ചോദിക്കുമ്പോൾ നുണ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ എനിക്ക് പറ്റത്തില്ലല്ലോ, അത് തെറ്റല്ലേ എന്ന് ദേവു ചോദിക്കാട്ടോ. രേവതിക്ക് ഭയങ്കര ദേഷ്യമായി ദേവുവിനോട്. ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട്? അത് ഒരു 4-5 മാസം ആയെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ എവിടുന്ന് പരിചയപ്പെട്ടതാ? അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് പരിചയപ്പെട്ടതാണെന്നും നല്ല മനുഷ്യനാണെന്നൊക്കെ ദേവു പറയാം. അദ്ദേഹത്തോടൊപ്പം അമ്മ മാത്രമാണ് വീട്ടിലുള്ളത്, ആ അമ്മയ്ക്കാണെങ്കിൽ എന്നെ വലിയ ഇഷ്ടമാണ് ചേച്ചിയെന്നൊക്കെ ദേവു ഇങ്ങനെ പറയാട്ടോ രേവതിയോട്. പിന്നെ അപ്പോൾ രേവതിയുടെ നോട്ടമൊക്കെ കണ്ടപ്പോൾ ദേവുവിന് ശരിക്കും പേടി. ഈ സമയത്ത് രേവതിയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി, അങ്ങനെ പുഞ്ചിരി വിടർന്നു കഴിഞ്ഞിട്ട് എടി പെണ്ണെ കൊള്ളാലോടി നീ എന്ന് പറഞ്ഞുകൊണ്ട് ചെവി പിടിച്ചിങ്ങനെ പൊന്നാക്കുന്നു. വീട്ടു ചേച്ചി എനിക്ക് വേദനിക്കുന്നു, വീട്ടു ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ദേവു. അങ്ങനെ ചേച്ചി അനിയത്തിയും കൂടെ തമ്മിലുള്ള മഞ്ഞുരുകി. കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ ആളാ, ഇപ്പോൾ പ്രേമിച്ച് നടക്കുന്നത് കണ്ടില്ലേ, കല്യാണം പെട്ടെന്ന് നടത്തണമെന്ന് അവർ പറഞ്ഞ്. ഞാൻ കുറച്ച് സാവകാശമൊക്കെ ചോദിച്ചു, ധൃതി പിടിച്ചൊന്നും വേണ്ടാന്ന് ദേവു പറയാട്ടോ. അപ്പോഴേക്കും നമ്മുടെ രേവതി, ഞാൻ നിനക്ക് ബുദ്ധി ഉപദേശിച്ച് തരേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ അറിഞ്ഞ് ജീവിക്കുന്നവളാണ് നീ, നിനക്കും ഈ കുടുംബത്തിനും ചേർന്ന ചെറുക്കനെ തന്നെയായിരിക്കും നീ കണ്ടെത്തിയിരിക്കുന്നത്, ആ ഒരു വിശ്വാസം എന്തായാലും എനിക്കുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ പ്രണയിക്കുന്നത് തെറ്റൊന്നും അല്ല കേട്ടോ, വഴി തെറ്റി പോവാതിരുന്നാൽ മതിയെന്നും രേവതി അനിയത്തിക്ക് പറഞ്ഞു കൊടുക്കുക. എന്തായാലും നീ അങ്ങനെ പോവില്ല എന്ന് എനിക്കറിയാമെന്നും പറഞ്ഞു. അങ്ങനെ അനിയത്തിയിലുള്ള വിശ്വാസവും പറഞ്ഞ് നമ്മുടെ രേവതി അവിടെ അങ്ങനെ നിൽക്കുക. എന്നിട്ട് അച്ഛൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി, നമ്മുടെ അച്ഛൻ്റെ സ്നേഹം നീ ഓർക്കണം, നമ്മുടെ അമ്മ നമുക്ക് 3 പേർക്കും വേണ്ടി മാത്രമാണ് നമ്മുടെ അച്ഛൻ പോയതിന് ശേഷം ജീവിക്കുന്നത്, അമ്മയ്ക്ക് വിഷമം ഉണ്ടാക്കുന്നതൊന്നും നമ്മൾ ചെയ്യരുതെന്നും രേവതി പറഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ പറഞ്ഞു ദേവു ഇങ്ങനെ നിൽക്കുന്നു, നീ ഇങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം, ഞാൻ പറഞ്ഞതേ ഉള്ളെന്ന് പറഞ്ഞപ്പം ഇല്ല ചേച്ചി, നിങ്ങളെയൊക്കെ വേദനിപ്പിച്ചിട്ട് ഞാൻ എൻ്റേതായ സുഖം തേടിയൊന്നും പോവില്ല എന്ന് ദേവു. എല്ലാവരുടെയും അനുഗ്രഹത്തോടെ തന്നെ ഞങ്ങളുടെ കല്യാണം നടത്തണമെന്ന് എൻ്റെ ആഗ്രഹമെന്ന് ദേവു പറയാം. ചേച്ചിയുടെയും അമ്മയുടെയും ശരത്തിൻ്റെയും സച്ചേട്ടൻ്റെയും സമ്മതത്തോടെ മാത്രമേ ഈ ഒരു വിവാഹം നടക്കുള്ളൂ എന്നും നമ്മുടെ ദേവു പറഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും അദ്ദേഹത്തെ ഇഷ്ടാവും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇനി പറ, എന്താ ആളുടെ പേര്, എന്താ ജോലി?
എവിടെയുള്ളതാണെന്നൊക്കെ ചോദിച്ചു. അതൊക്കെ കല്യാണ നിശ്ചയത്തോട് അടുക്കുമ്പോൾ പറയാം കേട്ടോ, ഒരു സർപ്രൈസായി കിടക്കട്ടെ എന്ന് നമ്മുടെ ദേവ് പറഞ്ഞപ്പം ശരി, ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല, അപ്പോൾ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. പിന്നെ ചേച്ചി ഇനിയിപ്പോൾ മറ്റാരും ഇത് അറിയണ്ട കേട്ടോ, അമ്മയോടും ശരത്തിനോടും സച്ചേട്ടനോടും ഒന്നും പറയണ്ട കേട്ടോ എന്ന് പറഞ്ഞപ്പം ഇല്ല, ഞാൻ ആരോടും പറയില്ല എന്ന് രേവതി. സമയമാകുമ്പം നീ തന്നെ എല്ലാവരോടും പറഞ്ഞാൽ മതി. അപ്പോൾ താങ്ക്സ് ചേച്ചി എന്ന് ദേവു. അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ് നമ്മുടെ രേവതി അവിടുന്ന് പോണു. രേവതി അവിടുന്ന് പോയിട്ട് ഇങ്ങനെ നമ്മുടെ രേവതി ഇങ്ങനെ അവിടെ നിന്ന് ഞാൻ സച്ചേട്ടനിൽ നിന്നൊന്നും മറച്ചു വയ്ക്കാറില്ലെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടും അവൾ എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞത് എന്ന് രേവതി ചോദിക്കുക. സച്ചേട്ടനോട് പറയാതിരിക്കാൻ കഴിയില്ല എന്നും ഞാൻ പറയുമെന്നും രേവതി പറയുക. സച്ചേട്ടൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നൊക്കെ വിചാരിച്ച് നമ്മുടെ രേവതി വീട്ടിലേക്ക് പോവുക. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചന്ദ്ര വക്കീലിനെ കാണാനായിട്ട് വക്കീൽ ഓഫീസിലെത്തുന്നു. നമസ്കാരം സാർ എന്നൊക്കെ പറഞ്ഞ് ചെന്നപ്പോൾ നമസ്കാരം, ഇരിക്കുമോ, എന്താണ് വന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോഴത്തേക്കും ചന്ദ്ര ഡിവോഴ്സിന് വേണ്ടി ഓടിപ്പാഞ്ഞ് നടക്കുക. എൻ്റെ മോൻ്റെ ഡിവോഴ്സിൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ വന്നതെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഇത്രയും പ്രായമായില്ലേ എന്ന് ചോദിച്ചാൽ ആദ്യം ഇനി എന്തിനാണ് ഡിവോഴ്സ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. അപ്പം എൻ്റെ ഞാനൊരു ഡിവോഴ്സിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് വന്നതെന്ന് വക്കീലിനോട് ആദ്യം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ മോൻ്റെ ഡിവോഴ്സിന് വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയണത്. അപ്പോൾ നമ്മുടെ ചന്ദ്ര ഇങ്ങനെ ആകെ വെളുത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണേ. ടാറ്റാ.